സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. LGS മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ 10th ലെവൽ പ്രിലിമിനറിയുടെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 10th ലെവൽ പ്രിലിമിനറി വിജയിച്ച എല്ലാവർക്കും ആശംസകൾ. അതുപോലെ സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട്. ഇനി അതുപോലെ തന്നെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ നിങ്ങൾ പ്രിലിമിനറി വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിലിംസ് വിജയിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ ഒരിടത്തും എത്തുന്നില്ല. ജസ്റ്റ് മെയിൻ പരീക്ഷ എഴുതുന്നതിനുള്ള ഒരു എലിജിബിലിറ്റി കടക്കുക മാത്രമാണ് ചെയ്തത്. ഇനി അതുപോലെ നമുക്കറിയാം, അപ്പോൾ ഇതുവരെ ഒത്തിരി പേര് ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കോമ്പറ്റീഷൻ താരതമ്യേന കുറവായിരുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്നത് വളരെ ടഫായിട്ടുള്ള കോമ്പറ്റീഷനായിരിക്കും. കാരണം നിങ്ങളെപ്പോലെ ഏറ്റവും മിടുക്കന്മാരായ കുട്ടികളാണ് ഈ പ്രിലിംസ് പരീക്ഷ വിജയിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കഠിനമായ പരിശ്രമം നിങ്ങൾ നടത്തേണ്ടതുണ്ട്. അതായത് അശ്രാന്ത പരിശ്രമം നിങ്ങൾ നടത്തുക. നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കാറ്റിൻ്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടതാര്? ഓപ്ഷൻ ഡി, CK അബ്ദുൾ റഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ KAT കാറ്റിൻ്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത്. CK അബ്ദുൾ റഹീം. അപ്പോൾ CK അബ്ദുൾ റഹീം ഒരു റിട്ടയേർഡ് കേരള ഹൈക്കോടതി ജഡ്ജാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ദേശീയപാതയിലെ ആദ്യ എയർ സ്ട്രിപ്പ് രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടത് എവിടെ? ഓപ്ഷൻ ബി, ബാർമേറിലാണ്. രാജസ്ഥാനിലെ ബാർമേറിലാണ് ഇന്ത്യയിൽ ദേശീയപാതയിലെ ആദ്യ എയർ സ്ട്രിപ്പ് രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടത്. ബാർമേറിലാണ്. അപ്പോൾ അതായത് അടിയന്തര ഘട്ടങ്ങളിൽ ദേശീയപാതകൾ റൺവേകളായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ എയർ സ്ട്രിപ്പ് പദ്ധതി. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2021 ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആര്? ഓപ്ഷൻ സി, വിരാട് കോഹ്ലിയാണ് 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2021 ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോൾ താരം ആരാണ്? ഓപ്ഷൻ എ, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ അതിനു മുമ്പ് അലിദേയി ആയിരുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുപോലെ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗീസുകാരനാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗീസുകാരനാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ഓപ്ഷൻ ബി, അവനി ലഖാരയാണ്. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലഖാന. ഷൂട്ടറാണ്. അപ്പോൾ ഈ റെക്കോർഡ് പിറന്നത് 2021 ടോക്കിയോ പാരാലിമ്പിക്സിലാണ്. ഇനി അതുപോലെ പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ദീപ മാലിക്കാണ്. പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ദീപ മാലിക്കാണ്. എന്നാൽ പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലഖാര, ഷൂട്ടർ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒടുവിൽ നീ എത്തിയോ എന്ന കവിതയുടെ രചയിതാവ് ആര്? ഓപ്ഷൻ ഡി, K സച്ചിദാനന്ദനാണ്. ഒടുവിൽ നീ എത്തിയോ എന്ന കവിതയുടെ രചയിതാവ് K സച്ചിദാനന്ദൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. 2021 ടോക്കിയോ പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആര്? ഓപ്ഷൻ എ, സുമിത് ആൻഡിലാണ്. 2021 ടോക്കിയോ പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് സുമിത് ആൻഡിൽ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. സയ്യിദ് തൽവാർ 2021 എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യം ഏത്? ഓപ്ഷൻ സി, UAE ആണ്.
സയ്യിദ് തൽവാർ 2021 എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യം UAE. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 സ്ഫോടനം നടന്ന മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ഓപ്ഷൻ എ ഇന്തോനേഷ്യയിലാണ് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ദ എർത്ത് ഗോട്ട് ഇറ്റ്സ് ബ്യൂട്ടി എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ ബി സുധാമൂർത്തിയാണ് ഹൗ ദ എർത്ത് ഗോട്ട് ഇറ്റ്സ് ബ്യൂട്ടി എന്ന പുസ്തകം രചിച്ചത് സുധാമൂർത്തി. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ട ഭരണഘടനാ ഭേദഗതി നടന്ന വർഷമേത്? ഓപ്ഷൻ ഡി 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ട ഭരണഘടനാ ഭേദഗതി നടന്ന വർഷമാണ് 1976. അപ്പോൾ നമുക്കറിയാം 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ദിര എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി 1976. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യ പേപ്പർ മിൽ സെറാംപൂർ ഏത് സംസ്ഥാനത്തായിരുന്നു? ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തായിരുന്നു ഇന്ത്യയിലെ ആദ്യ പേപ്പർ മിൽ സെറാംപൂർ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തായിരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷയേത്? ഓപ്ഷൻ എ ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു ഇന്ത്യയിലെ ആദ്യ ദിനപത്രമായിരുന്ന ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷയായിരുന്നു ഇംഗ്ലീഷ്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ആദ്യ ഹരിത മെട്രോ എന്നറിയപ്പെടുന്ന മെട്രോ ഏത്? ഓപ്ഷൻ എ ഡൽഹി മെട്രോയാണ്. ലോകത്തിലെ ആദ്യ ഹരിത മെട്രോ എന്നറിയപ്പെടുന്ന മെട്രോയാണ് ഡൽഹി മെട്രോ. 15ാമത്തെ ക്വസ്റ്റ്യൻ. പേശികളില്ലാത്ത ഏക അവയവം ഏത്? ഓപ്ഷൻ ഡി ശ്വാസകോശമാണ്. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. 16ാമത്തെ ക്വസ്റ്റ്യൻ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിതയേത്? ഓപ്ഷൻ എ ദുരവസ്ഥയാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിതയാണ് ദുരവസ്ഥ. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. അതുപോലെ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത് മലയാളിയാണ് PR ശ്രീജേഷ്. ഇവർ രണ്ടുപേരും അപ്പോൾ രണ്ടുപേർക്ക് മാത്രമാണ് കേരളത്തിൽ നിന്ന് ഒളിമ്പിക്സ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും മെഡൽ ലഭിച്ചത് ഹോക്കി ഗോൾ കീപ്പറായിട്ടാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ സി ന്യൂട്ടനാണ്. ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്വിത പ്രകാശം ധവളപ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. 19ാമത്തെ ക്വസ്റ്റ്യൻ. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില ഏത്? ഓപ്ഷൻ ഡി 4 ഡിഗ്രി സെൽഷ്യസിലാണ്. പോസിറ്റീവ് 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. സത്യശോധക് സമാജം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ബി ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി ആര്? ഓപ്ഷൻ എ ഹെൻറി ഡ്യുനൻ്റ് ആണ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശിയാണ് ഹെൻറി ഡ്യുനൻ്റ്. റെഡ് ക്രോസിൻ്റെ സ്ഥാപകനാണ് ഹെൻറി ഡ്യുനൻ്റ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് കായികമേളയുടെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട്? ഓപ്ഷൻ ബി ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്നത്
ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ്. അതുപോലെ ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യത്തിന് രൂപം നൽകിയ ഇന്ത്യക്കാരൻ ആരാണ്? ഗുരുദത്ത് സോന്ധിയാണ്. ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യത്തിന് രൂപം നൽകിയ ഇന്ത്യക്കാരനാണ് ഗുരുദത്ത് സോന്ധി. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ രാജീവ് ഗാന്ധിയാണ്. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. 24ാമത്തെ ക്വസ്റ്റ്യൻ. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന അനുച്ഛേദമേത്? ഓപ്ഷൻ സി 16ാം അനുച്ഛേദമാണ്. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന അനുച്ഛേദമാണ് 16ാം അനുച്ഛേദം. 25ാമത്തെ ക്വസ്റ്റ്യൻ. പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച വർഷം? ഓപ്ഷൻ എ 1886 പെരിയാർ ലീസ് എഗ്രിമെൻ്റ്, മുല്ലപ്പെരിയാർ പാട്ടക്കരാറുമായിട്ട് ബന്ധപ്പെട്ട് പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച വർഷമാണ് 1886. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരം? ഓപ്ഷൻ ബി കൊൽക്കത്തയാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരമാണ് കൊൽക്കത്ത. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ടോക്കിയോ ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും അവസാനമായി അണിനിരുന്ന രാജ്യമേത്? ഓപ്ഷൻ ഡി ജപ്പാനാണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും അവസാനമായി അണിനിരുന്ന രാജ്യമാണ് ജപ്പാൻ. കാരണം നമുക്കറിയാം ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും ആദ്യം അണിനിരക്കുന്ന രാജ്യം ഏതായിരിക്കും? ഗ്രീസാണ്. കാരണം ഗ്രീസിലാണ് ഒളിമ്പിക്സ് ആരംഭിച്ചത്. ഇനി ഏറ്റവും അവസാനമായിട്ട് അണിനിരക്കുന്ന രാജ്യമാണ് ആതിഥേയ രാജ്യം. അപ്പോൾ അതുകൊണ്ടാണ് 2021 ടോക്കിയോ ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും അവസാനമായിട്ട് അണിനിരുന്ന രാജ്യം ജപ്പാൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആര്? ഓപ്ഷൻ ഡി PT ചാക്കോയാണ്. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവാണ് PT ചാക്കോ. 29ാമത്തെ ക്വസ്റ്റ്യൻ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കേരളത്തിലെ തടാകമേത്? ഓപ്ഷൻ സി ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കേരളത്തിലെ തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം ഏത്? ഓപ്ഷൻ ഡി വിശാഖപട്ടണം തുറമുഖമാണ്. ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഓപ്ഷൻ എ റാഞ്ചിയാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് റാഞ്ചി. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗുണമേന്മ കൂടിയ മുഗാ സിൽക്കിൻ്റെ ഉൽപ്പാദനം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആസാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുണമേന്മ കൂടിയ മുഗാ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഏക പ്രദേശമാണ് ആസാം. ഇനി അതുപോലെ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടകം. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല ഏത്? ഓപ്ഷൻ സി മജുലിയാണ്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയാണ് മജുലി. അല്ലെങ്കിൽ മജുലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ്. സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിൽ ആസാം സംസ്ഥാനത്ത്. 34ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏത്? ഓപ്ഷൻ ബി കോന്നി റിസർവ് വനമാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി റിസർവ് വനം. അതുപോലെ കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏത്? ഇമ്പോർട്ടൻ്റ് ആണ്. 1888 കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് 1888. 35ാമത്തെ ക്വസ്റ്റ്യൻ. ദൂരദർശൻ ദേശീയ തലത്തിൽ സംപ്രേഷണം ആരംഭിച്ച വർഷം? ഓപ്ഷൻ സി
1982 ദൂരദർശൻ ദേശീയ തലത്തിൽ സംപ്രേഷണം ആരംഭിച്ച വർഷമാണ് 1982. അതുപോലെ നമുക്കറിയാം ദൂരദർശൻ കളർ സംപ്രേഷണം ആരംഭിച്ച വർഷവും 1982 തന്നെയാണ്. ദൂരദർശൻ കളർ സംപ്രേഷണം ആരംഭിച്ച വർഷവും 1982. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെട്ട നോക്രോക്ക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ സി മേഘാലയ സംസ്ഥാനത്താണ് നോക്രോക്ക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്, മേഘാലയയിൽ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകൻ എന്ന് മോനിയർ വില്യംസ് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയിയെയാണ് മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകൻ എന്ന് മോനിയർ വില്യംസ് വിശേഷിപ്പിച്ചത് രാജാറാം മോഹൻ റോയിയെ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ, അതുപോലെ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, അതുപോലെ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നൽ സരോവർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ എ ഗുജറാത്തിലാണ് നൽ സരോവർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വനമഹോത്സവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി കെ എം മുൻഷിയാണ് വനമഹോത്സവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കെ എം മുൻഷി. 40ാമത്തെ ക്വസ്റ്റ്യൻ. 1830 ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ചെറിയ തോതിൽ ആരംഭിച്ച പോർട്ടോ നോവോ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി തമിഴ്നാട്ടിലാണ് 1830 ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ചെറിയ തോതിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത് പോർട്ടോ നോവോയിലാണ്. ഈ പോർട്ടോ നോവോ എവിടെയാണ്? തമിഴ്നാട്ടിൽ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായ കുൾട്ടി ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായത് കുൾട്ടിയിലാണ്. കുൾട്ടി എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ. അപ്പോൾ പോർട്ടോ നോവോ ചെറിയ തോതിലുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാലയായിരുന്നു. ഇനി വൻകിട ഇരുമ്പുരുക്ക് കമ്പനിയാണ് ആദ്യത്തേത് പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിൽ. ഇനി അതുപോലെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1857 വിപ്ലവത്തെ വാണിജ്യ മുതലാളിത്തത്തിനെതിരായ ഫ്യൂഡലിസത്തിൻ്റെ അവസാന നിലപാട് എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ബി എം എൻ റോയിയാണ് 1857 വിപ്ലവത്തെ വാണിജ്യ മുതലാളിത്തത്തിനെതിരായ ഫ്യൂഡലിസത്തിൻ്റെ അവസാന നിലപാട് എന്ന് വിശേഷിപ്പിച്ചത് എം എൻ റോയി. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും അതുപോലെ റാഡിക്കൽ ഹ്യൂമനിസം എന്ന ചിന്താധാരയുടെ സ്ഥാപകനുമാണ് ആര്? എം എൻ റോയി. അപ്പോൾ റാഡിക്കൽ ഹ്യൂമനിസം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എം എൻ റോയിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗം ഏത്? ഓപ്ഷൻ ബി പരേഷ്നാഥ് കുന്നുകളാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ. 44ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ഓപ്ഷൻ സി എ.ഒ. ഹ്യൂം ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ INCയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു എ.ഒ. ഹ്യൂം. അപ്പോൾ നമുക്കറിയാം INCയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. INCയുടെ ആദ്യകാല നാമമായിരുന്നു ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം. അതുപോലെ INC സ്ഥാപിതമായത് 1885 ആരാണ് സ്ഥാപിച്ചത്? എ.ഒ. ഹ്യൂമാണ് 1885 INC സ്ഥാപിച്ചത്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1885 ബോംബെയിൽ. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര ഏത്? ഓപ്ഷൻ എ
കാരക്കോറം പർവ്വതനിരകളാണ്. കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം പർവ്വതനിരകൾ. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവരിൽ 1857 വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്തതാര്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റുവിനാണ്. താഴെ തന്നിട്ടുള്ളവരിൽ 1857 വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്തത് ജവഹർലാൽ നെഹ്റുവിന്. അദ്ദേഹം അന്ന് ജനിച്ചിട്ട് പോലുമില്ല. ഇനി അതുപോലെ നമുക്കറിയാം കാനിങ് പ്രഭു ആരാണ്? 1857 വിപ്ലവ സമയത്തെ ഗവർണർ ജനറൽ ആയിരുന്നു. കാനിങ് പ്രഭു 1857 വിപ്ലവ സമയത്തെ ഗവർണർ ജനറൽ. അതുപോലെ പാൽമേഴ്സ്റ്റൺ പ്രഭു ആയിരുന്നു അന്നത്തെ 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു പാൽമേഴ്സ്റ്റൺ പ്രഭു. അതുപോലെ അസീമുള്ള ഖാനെ നമുക്കറിയാം. 1857 വിപ്ലവത്തിൻ്റെ അംബാസഡർ എന്നറിയപ്പെടുന്ന ആരാണ്? അസീമുള്ള ഖാൻ. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല ഏത്? ഓപ്ഷൻ ഡി പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട് ജില്ല. 48ാമത്തെ ക്വസ്റ്റ്യൻ. 1930 സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന ധരാസന കടപ്പുറം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഗുജറാത്ത് സംസ്ഥാനത്താണ് 1930 സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന ധരാസന കടപ്പുറം ഗുജറാത്ത് സംസ്ഥാനത്താണ്. ഇനി അതുപോലെ നമുക്കറിയാം ദണ്ഡി കടപ്പുറവും ഏത് സംസ്ഥാനത്ത് തന്നെയാണ്? ഗുജറാത്തിൽ തന്നെയാണ്. ദണ്ഡി കടപ്പുറവും അതുപോലെ ധരാസന കടപ്പുറവും ഗുജറാത്ത് സംസ്ഥാനത്താണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ എത്രാമത് കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം? ഓപ്ഷൻ സി ഇന്ത്യയിലെ 10ാമത് കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം. ഇന്ത്യയിലെ 10ാമത് കടുവാ സങ്കേതമാണ്. നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം. ഇന്ത്യയിലെ 10ാമത്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഇന്ത്യക്കാരൻ പോലുമില്ല എന്ന കാരണത്താൽ കോൺഗ്രസ് ബഹിഷ്കരിച്ച കമ്മീഷൻ താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ബി സൈമൺ കമ്മീഷനാണ്. ഒരു ഇന്ത്യക്കാരൻ പോലുമില്ല എന്ന കാരണത്താൽ കോൺഗ്രസ് ബഹിഷ്കരിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala-pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.